1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സിൽ പടച്ചവനെ ജബലന്നൂറിന്റെ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്കിരിക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ 1.25 മണിക്കൂർ പടച്ചവനെ നടന്നാൽ മാത്രം കയറി പോകാൻ പറ്റുന്ന പർവ്വതത്തിന്റെ ഉള്ളറയില് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ പ്രവാചകന്റെ ചാരത്ത് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിന്റെ 1ാമത്തെ സൂക്തം ഓതി കൊടുത്തിട്ട് അവിടെ ഓതാ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഓതാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. പ്രവാചകന്റെ ശരീരം വേദനിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് പടച്ചവരെ പർവ്വതത്തിന്റെ മുഖത്തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടി വന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂൽ ഓടി വരികയാണ്. ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ വന്ന് കിടന്നിട്ട് അവിടെന്ന് പറയുന്നു, സമ്മിലൂനിയാ ഖദീജ, എന്നെ വന്ന് പുതപ്പിക്കുവോ ഖദീജ, എന്നെ വന്ന് പുതപ്പിക്കുവോ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യയോടാണ് സർവ്വതും പറഞ്ഞത്, ഭാര്യയോടാണ് സർവ്വതും പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഇടത് കൈകൊണ്ട് തന്റെ ഭർത്താവിന്റെ തലയിൽ പിടിച്ചിട്ട് മടിയിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ തലയിലെ രോമങ്ങൾക്കിടയിലൂടെ തന്റെ കൈകൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന, നബിയേ വല്ലാഹി മാ യുഖ്ഫീക അല്ലാഹു അബദാ, പേടിക്കല്ല നബിയേ, പേടിക്കല്ല നബിയേ. നിങ്ങൾ ആരാ നബിയേ? നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സഹായിക്കുന്നവരാ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവരാ. അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ, അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സ്നേഹമായിരുന്നു. ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം ഖദീജാനെ കുറിച്ച് പറയുമായിരുന്നു. എപ്പോഴും ഖദീജാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, നബിയേ ഈ കിളവിയോട് എന്തേ നബിയേ എത്ര സ്നേഹമെന്ത്? എന്റെ പ്രിയമുള്ളവരെ, ഖദീജാനെ കുറിച്ച് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു, പ്രവാചകന്റെ കണ്ണ് നിറയുമായിരുന്നു. ഖദീജാനെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? എന്തുകൊണ്ടെന്നറിയുമോ? ആരുമില്ലാത്ത സമയത്ത് തനിക്ക് താങ്ങമ തണലുമായി നിന്നവളാട് ഖദീജ. പെങ്ങളെയാ ഖദീജാനെ പോലെ ആകണം പൊന്നുമോള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആത്മാർത്ഥമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ? പൊന്നുമോനെ, നിന്റെ ഭാര്യ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന്, നിന്റെ ഭാര്യക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുമോ? പെങ്ങളെ, പറയാൻ കഴിയുമോ? വിവാഹം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായല്ലോ, 3-4 മക്കളെ പെറ്റല്ലോ, ഇന്നും ആ മനുഷ്യന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? എന്റെ ഭർത്താവിനോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാ പ്രിയമുള്ളവര്, എങ്ങനെയാ പറയാൻ കഴിയാ? ചില പെണ്ണുങ്ങൾ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എപ്പോഴും കുത്തുവാക്കുകളാണല്ലോ, പരിഹാസങ്ങളാണല്ലോ, കളിയാക്കലാണല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്നീ
സ്വർഗത്തിലിരുന്നെങ്ങാണ് നീയങ്ങ് മരിച്ചുപോയാ, ഈ സദസ്സിലിരുന്ന് നീയങ്ങ് മരിച്ചുപോയാ, പടച്ചവനെ നാളെ ദുഹറിന്റെ സമയത്ത് ഇവിടുത്തെ പള്ളികൾ കൊണ്ടുപോയി കബറടക്കുകയാ, നിന്റെ ഭാര്യ ഇദ്ദയിലേക്കുകയാ. പണ്ടായിരുന്നടാ ഇദ്ദയിരുന്നത്, പണ്ടായിരുന്നു 14 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നത്. ഇന്നൊക്കെ മാറി ചെറുപ്പക്കാരാ. 1 മാസം അവളെ റൂമിനകത്ത് കയറിയിരിക്കും, 2ാമത്തെ മാസം അവളെ മൊബൈലെടുത്ത് വാട്സപ്പും ഫേസ്ബുക്കിലും കയറും, 3ാമത്തെ മാസം അത് മടുക്കുമ്പോ വീടിന്റെ വരാന്തയില് ആളിനകത്ത് വെച്ചിരിക്കുന്ന ടിവിയുടെ മുന്നിൽ വന്നിരിക്കും, 4ാമത്തെ മാസം അവളെ വീടിന്റെ വെളിയിലിറങ്ങി കല്യാണത്തിന് പോകും. 4 മാസവും 10 ദിവസം കഴിയുമ്പോ അതാ ഒരാള് വന്നിട്ട് പറയുന്നു, നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ എന്ത് പറയും പൊന്നുപോര്? നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവളാണെങ്കിൽ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നീ എങ്ങനെ പറയല്ലേ, മറ്റൊരു വിഭാഗത്തെ കുറിച്ച് എന്നോട് പറയല്ലേ, എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല, അള്ളാഹു എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ, ഇനി ഞങ്ങളങ്ങ് ബാക്കി സ്വർഗത്തിൽ കിടന്ന് ജീവിക്കാ എന്ന് പറയുവോ ചെറുപ്പക്കാരോ? പെങ്ങളെ, നിന്റെ ഭർത്താവ് പറയുവോ, നിന്നെ കൊണ്ട് കബറടക്കിയിട്ട് 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞു, ഭർത്താവിന്റെ ചാരത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയും, എടാ 1ാം വിഭാഗം നടത്തുന്ന ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. എന്താണ് പെണ്ണെ നിന്റെ ഭർത്താവ് പറയുന്ന മറുപടി? അവിടെന്ന് പറയുമടിയാ, 40 ആകാതെ പെണ്ണ് കെട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയുമല്ലോ, 40 കഴിയട്ടെ, 40 കഴിയട്ടെ. ഇത്രയേ ഉള്ള പെങ്ങളെ ജീവിതം.